വായനക്കാരുടെ എണ്ണവും സമ്പത്തിന്റെ വണ്ണവും കൊണ്ട് തഴച്ചു വളർന്നവർ നോവലുകളിലും കഥകളിലും വരെ ദേശീയ സംസ്കൃതിക്കെതിരെ അശ്ലീലം വിളമ്പി. രാജ്യത്തിന്റെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ പദ്ധതികൾക്കെതിരെയും അവർ നുണയെഴുതി. പുൽവാമയിലെയും ഉറിയിലെയും ഭീകരാക്രമണങ്ങളെ വരെ വെള്ളപൂശി. സർജിക്കൽ സ്ട്രൈക്ക് അടക്കം നമ്മുടെ സൈന്യം നടത്തിയ ധീരമായ പ്രത്യാക്രമണം. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ. ഏവർക്കും നമസ്കാരം. നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. വേദിയിലേക്ക് ആദരപൂർവം ശ്രീ എം രാധാകൃഷ്ണൻ, ശ്രീ ഹോണറബിൾ മിനിസ്റ്റർ അശ്വനി വൈഷ്ണവ്, ഹോണറബിൾ യൂണിയൻ മിനിസ്റ്റർ ശ്രീ ജോർജ് കുര്യൻ, ശ്രീമതി പി ടി ഉഷ, ശ്രീ രാഘവൻ എം കെ, ശ്രീമതി ബീന ഫിലിപ്പ്, ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ, ശ്രീ അഡ്വക്കേറ്റ് കെ കെ ബൽറാം, ശ്രീ പി കെ കൃഷ്ണദാസ്, ശ്രീ ഷാജി എ കെ, ശ്രീ വി മുരളീധരൻ, ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ, ശ്രീ കെ എൻ ആർ നമ്പൂതിരി, ശ്രീ രാമചന്ദ്രൻ കക്കട്ടിൽ, ശ്രീ പി നാരായണൻ, ശ്രീ അരുൺ കുമാർ, ശ്രീ ഷാജി എ കെ, ശ്രീ കെ ബി ശ്രീകുമാർ, ശ്രീ കുമ്മനം രാജശേഖരൻ, ശ്രീ എം ബാലകൃഷ്ണൻ തുടങ്ങിയവരെ ആദരവോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജന്മഭൂമി സുവർണ ജൂബിലി ആഘോഷം ആരംഭിക്കുകയാണ്. സാംസ്കാരിക ദേശീയതയെയും ഭാരതത്തിൻ്റെ മഹിതമായ സാംസ്കാരിക പാരമ്പര്യത്തെയും മുറുകെ പിടിക്കുന്ന മലയാളത്തിലെ ഏക ദിനപത്രമായ ജന്മഭൂമി സുവർണ ജയന്തിയിലേക്ക് കടക്കുകയാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും കൂച്ചുവിലങ്ങിട്ട അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട 1975 കോഴിക്കോട്ടാണ് ജന്മഭൂമിയുടെ പിറവി. അടിയന്തരാവസ്ഥയുടെ കരാളഹസ്തങ്ങളാൽ അടച്ചുപൂട്ടപ്പെട്ട ഏക മലയാള ദിനപത്രമാണ് ജന്മഭൂമി. 1977 അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട നാളുകൾ അവസാനിച്ചപ്പോൾ പുനരാരംഭിച്ച ഈ പത്രം തുടർന്ന് ദേശീയതയ്ക്കും ജനാധിപത്യത്തിനും സംസ്കാര പോഷണത്തിനുമായുള്ള പ്രയാണം അനസ്യൂതം തുടരുകയാണ്. 50 വർഷം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ ജന്മഭൂമിക്ക് 9 എഡിഷനുകളും 40 ലക്ഷത്തിലേറെ വായനക്കാരുമുണ്ട്. ഓൺലൈൻ സോഷ്യൽ മീഡിയ രംഗങ്ങളിലും സജീവ സാന്നിധ്യമാണ് ജന്മഭൂമി. ഭാരതത്തിൻ്റെ അമൃതകാലത്താണ് ജന്മഭൂമി അതിൻ്റെ സുവർണ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. 21ാം നൂറ്റാണ്ട് ആത്മനിർഭരതയിലേക്ക് കുതിക്കുന്ന ഭാരതത്തിൻ്റെതാണ്. ഈ കുതിപ്പിനൊപ്പമാണ് ജന്മഭൂമി. ആദ്യം ദീപപ്രജ്വലനമാണ്. ഇറ്റ്സ് മൈ humble request to invite our esteemed chief guest, Honorable Minister for Railways and Information and Broadcasting and IT, Shri Ashwani Vaishnav ji, to light the inaugural ram to commence the program. ീ ഹരിത ഭൂപടം നീർത്തി നോക്കൂ, അതിൽ നീയുണ്ട് ഞാൻ.
പ്രാർത്ഥന. കുമാരി ലക്ഷ്മി കൃഷ്ണ KC, ഭാരതീയ വിദ്യാഭവൻ ചേവായൂർ +2 വിദ്യാർത്ഥിനി, ജന്മഭൂമി മുൻ പത്രാധിപർ പ്രൊഫസർ PC കൃഷ്ണവർമ്മരാജയുടെ പൗത്രി. പ്രാർത്ഥനയ്ക്കായി ആരും എഴുന്നേൽക്കേണ്ടതില്ല. പ്രാർത്ഥനാ നിർഭരരായി കസേരയിലിരുന്നാൽ മതി. योगीन्द्राणां त्वदङ्गेष्वधिकसुमधुरं मुक्तिभाजां निवासो भक्तानां कामवर्षद्युतरुकिसलयम् नाधते पादमूलम् नित्यं चित्तस्थितं मे पवनपुरपदे कृष्णा कारुण्यसिन्धो कृष्णा निशेषतापान् प्रतिशतु परमानन्द सन्दोहलक्ष्मीं प्रतिशतु परमानन्द सन्दोहलक्ष्मीं. സ്വാഗത ഭാഷണത്തിനായി ജന്മഭൂമി ജനറൽ മാനേജർ ശ്രീ KB ശ്രീകുമാർ അവർകളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജന്മഭൂമിയുടെ 50ാം വാർഷികാഘോഷങ്ങളിൽ ഈ ചരിത്ര മുഹൂർത്തത്തിൽ പങ്കാളികളാകാൻ എത്തിയിരിക്കുന്ന എല്ലാവരെയും ആദരപൂർവം സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 50 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ അനുഭവ പരിചയങ്ങളും കാഴ്ചപ്പാടുകളും കൊണ്ട് കേരളീയ മാധ്യമ സമൂഹത്തിൽ ഉറച്ച കാൽവയ്പ്പുകളോടെ മുന്നേറുവാൻ ജന്മഭൂമിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഗ്രഹമുണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയിൽ ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പങ്കെടുക്കുന്ന മാന്യ വ്യക്തികളെ ഞാൻ സാദരം പരിചയപ്പെടുത്തുകയും സ്വാഗതം ചെയ്യുകയുമാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ജന്മഭൂമി ദിനപത്രത്തിൻ്റെ മാതൃകാ പ്രചരണാലയം കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ M. രാധാകൃഷ്ണൻ അവറുകളാണ്. കൊല്ലം പുത്തൂർ സ്വദേശിയായ അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി, ലക്ഷദ്വീപ് പ്രദേശങ്ങളടങ്ങുന്ന ദക്ഷിണ ക്ഷേത്രത്തിൻ്റെ കാര്യവാഹ് എന്നുള്ള നിലയിലും പ്രവർത്തിക്കുന്നു. The key person and the person who delivers the keynote address today is none other than Sri Ashwini Vaishnav. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേന്ദ്രത്തിൽ 3 വകുപ്പുകളുടെ റെയിൽവേ, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, അതേപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ വകുപ്പുകളുടെ
അമരക്കാരനായ അദ്ദേഹം രാജസ്ഥാനിൽ നിന്ന് IIT ബിരുദം സമ്പാദിക്കുകയും തുടർന്ന് IAS നേടുകയും ചെയ്ത വ്യക്തിയാണ്. IAS ഉദ്യോഗസ്ഥരായിരിക്കെ തന്നെ പിന്നീട് സജീവമായ രാഷ്ട്രീയത്തിൽ എത്തുകയും ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖമായി മാറുകയും തുടർന്ന് വ്യത്യസ്തങ്ങളായ വകുപ്പുകളിലൂടെ തൻ്റെ ഭരണ നൈപുണ്യം ലോകസമക്ഷം പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുള്ള നമ്മളുടെ കേന്ദ്ര മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങളിൽ ഒരാളായ ശ്രീ അശ്വിനി വൈഷ്ണവ്. സർ, വി എക്സ്റ്റെൻഡ് യു എ ഹാർട്ടി വെൽക്കം ടു ദിസ് ഫംഗ്ഷൻ. ശ്രീ അശ്വിനി വൈഷ്ണവ് ജി. ഈ യോഗത്തിൽ അദ്ദേഹത്തോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും പരിചിതനായ കേന്ദ്ര മന്ത്രി ശ്രീ ജോർജ് കുര്യൻ സന്നിഹിതനാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് സാധാരണ പ്രവർത്തകനായി പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് കേന്ദ്ര ഫിഷറീസ് ആനിമൽ ഹസ്ബൻഡറി സഹമന്ത്രിയായി പ്രവർത്തിക്കുന്ന ശ്രീ ജോർജ് കുര്യനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും പ്രിയങ്കരിയായ കോഴിക്കോട് ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും മികച്ച അത്ലറ്റിക് താരം ശ്രീമതി PT ഉഷ നമ്മളുടെ ഈ ജന്മഭൂമി സുവർണ ജൂബിലി ആഘോഷ സമിതിയുടെ ചെയർപേഴ്സണാണ്, രാജ്യസഭാംഗവുമാണ്. അവരെയും ഞാൻ ആദരപൂർവം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ആദരണീയനായ ശ്രീ കുമ്മനം രാജശേഖരൻ, നമ്മളെല്ലാവരും സ്നേഹപൂർവ്വം രാജേട്ടൻ എന്ന് വിളിക്കുന്ന രാജേട്ടൻ മിസോറാമിൻ്റെ മുൻ ഗവർണറായിരുന്നു. ജന്മഭൂമിയിൽ സഹപത്രാധിപരായി പ്രവർത്തനം ആരംഭിച്ച് ജന്മഭൂമിയെ കൈപിടിച്ചുയർത്തി ജന്മഭൂമിയുടെ അപരനാമമായി കേരളത്തിൽ പരക്കെ അറിയപ്പെട്ട ജന്മഭൂമിയുടെ മുൻ മാനേജിംഗ് എഡിറ്റർ കൂടിയായ ശ്രീ കുമ്മനം രാജശേഖരനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ P നാരായൺജി, ആമുഖങ്ങളുടെ ആവശ്യമില്ലാത്ത, പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർക്ക് മുഴുവൻ കേരളത്തിനും ഏറെ സുപരിചിതനായ P നാരായൺജി തൻ്റെ ശോഭനമായ യുവത്വം രാഷ്ട്രകാര്യത്തിനു വേണ്ടി പരിപൂർണമായി സമർപ്പിക്കുകയും ആ സമർപ്പിത പ്രയാണത്തിനിടയിൽ സംഘടനയുടെ നിർദ്ദേശമേറ്റെടുത്ത് ജന്മഭൂമി എന്ന ദിനപത്രത്തെ കരുപ്പിടിപ്പിക്കുകയും ആ കരുപ്പിടിപ്പിക്കാൻ നടത്തിയ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾക്കിടെ അടിയന്തരാവസ്ഥയിൽ ഭാരത ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പത്രാധിപർ കയ്യാമം വയ്ക്കപ്പെട്ട് പിൻഭാഗത്തേക്ക് കൈകൾ കെട്ടി കണ്ണുകൾ മൂടിക്കെട്ടി അറസ്റ്റ് വരിച്ച് പെരുവഴിയിലൂടെ നടത്തപ്പെട്ട് ജയിലിലായിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റാരുമായിരിക്കില്ല, ശ്രീ P നാരായണനായിരിക്കും. ഇന്നലെ മംഗളം സ്വാമിനാഥൻ പുരസ്കാരവും കൂടി നേടി ഒട്ടേറെ അഭിനന്ദനങ്ങളുടെ നിറവിൽ നവതി പിന്നിട്ട ശ്രീ P നാരായൺജിയെയും ഞാൻ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ മുൻ കേന്ദ്രമന്ത്രി ശ്രീ V മുരളിയേട്ടൻ, കോഴിക്കോട് നിന്നുകൊണ്ട് ഞാൻ മുരളിയേട്ടനെ അധികം പരിചയപ്പെടുത്തുന്നത് സാഹസമാണ് എന്നെനിക്കറിയാം. ജന്മഭൂമിയുടെ എല്ലാ കാര്യങ്ങളിലും തന്നാലാവുന്നതും അതിനപ്പുറവും ചെയ്തു തന്നിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ മുതിർന്ന നേതാവും മുൻ സംസ്ഥാന അധ്യക്ഷനുമായ ശ്രീ V മുരളിയേട്ടനെ ഞാൻ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ PK കൃഷ്ണദാസ് ജി, അദ്ദേഹവും ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ്. അതേപോലെ തന്നെ ജന്മഭൂമിയുടെ സംഘാടകനും സഹയാത്രികനുമാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഉത്തര കേരളത്തിൻ്റെ മാനനീയ പ്രാന്ത സംഘചാലക് അഡ്വക്കേറ്റ് KK ബലറാംജി സന്നിഹിതനാണ്. അദ്ദേഹത്തെയും അധികം പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ല. നീണ്ട വർഷങ്ങളായി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സംയുക്ത കേരള പ്രാന്ത സംഘചാലക്, നിരവധി ചുമതലകൾ വഹിച്ച അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ യോഗത്തിൽ നമുക്ക് വേണ്ട സൗകര്യങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്തു തരികയും
ജന്മഭൂമിയുടെ വളർച്ചയിൽ എല്ലായ്പ്പോഴും നമുക്ക് സഹകരണങ്ങൾ നൽകുകയും ചെയ്ത ശ്രീ AK ഷാജി, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. മൈജിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ലാൻഡ്മാർക്ക് ബിൽഡേഴ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ അരുൺകുമാർ, അദ്ദേഹത്തെയും കോഴിക്കോട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പി നാരായൺജിയെ പോലെ തന്നെ ജന്മഭൂമിയുടെ പ്രാരംഭ കാലഘട്ടങ്ങളിൽ പ്രവർത്തിക്കുകയും അടിയന്തരാവസ്ഥയ്ക്ക് ജയിലിലടയ്ക്കപ്പെടുകയും ചെയ്ത ശ്രീ രാമചന്ദ്രൻ കക്കട്ടിൽ ജന്മഭൂമിയുടെ ആദ്യത്തെ സബ് എഡിറ്ററായിരുന്നു. കോഴിക്കോട് സ്വദേശിയായ അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുകയാണ്. ജന്മഭൂമിയുടെ എഡിറ്റർ ശ്രീ KNR നമ്പൂതിരി, അദ്ദേഹവും ഈ യോഗത്തിൽ സന്നിഹിതനാണ്. നിരവധി വർഷത്തെ പത്രപ്രവർത്തന പാരമ്പര്യമുള്ള അദ്ദേഹം കോട്ടയം സ്വദേശിയാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ M ബാലകൃഷ്ണൻ, നമുക്കേവർക്കും പരിചയമുള്ള ബാലകൃഷ്ണേട്ടൻ ഈ പരിപാടിയുടെ സംഘാടകനാണ്. ജന്മഭൂമി ഈ സുവർണ ജൂബിലി ആഘോഷ സമിതിയുടെ ജനറൽ കൺവീനറാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രാർത്ഥനാ നിർഭരമായ ഈ വേളയിൽ, ഈ ചരിത്ര മുഹൂർത്തത്തിൽ ഞങ്ങളോടൊപ്പം പങ്കാളികളാവാൻ, ജന്മഭൂമിയെ അനുഗ്രഹിക്കാൻ എത്തിയിട്ടുള്ള കോഴിക്കോട്ടെ നല്ലവരായ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി. ആമുഖ ഭാഷണത്തിനായി മുൻ മിസോറം ഗവർണർ ശ്രീ കുമ്മനം രാജശേഖരൻ അവരെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. ഇവിടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം. ജന്മഭൂമി ദിനപത്രം ഇന്ന് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത വിധം നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിൽ വ്യക്തി മുദ്ര പതിപ്പിച്ച ഒരു പ്രസിദ്ധീകരണമായി മാറിയിരിക്കുന്നു. 50 വർഷക്കാലം നീണ്ട തപസ്, ത്യാഗോജ്വലമായ പ്രവർത്തനം അതിൻ്റെ പിന്നിലുണ്ട്. ആർക്കും അവഗണിക്കാനാവാത്ത വളരെ വിസ്മയകരമായ നിരവധി കഠിനാധ്വാനത്തിൻ്റെ കഥകളാണ് ജന്മഭൂമിക്ക് പറയാനുള്ളത്. മറ്റൊരു ദിനപത്രത്തിനും ഇത്രയധികം കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. അടിയന്തരാവസ്ഥയിൽ മുദ്ര വയ്ക്കപ്പെട്ട് അതിൻ്റെ ചീഫ് എഡിറ്ററെയും മാനേജിംഗ് ഡയറക്ടറെയും എല്ലാവരെയും ജയിലിഴയ്ക്കുള്ളിലാക്കി. അതുമാത്രമല്ല, അതിൻ്റെ ഇന്നോളമുള്ള പ്രവർത്തനം ആരുടെയും ഔദാര്യം കൊണ്ട്, ഏതെങ്കിലും ഒരു പ്രത്യേക സഹായം കിട്ടിയതുകൊണ്ട് മാത്രം വളർന്നു വന്നതല്ല. ഈ നാട്ടിലെ ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിച്ചതുകൊണ്ടാണ്. കാരണം പത്രധർമ്മത്തിന് അർത്ഥമുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു ദിനപത്രമാണ്. ഒരിക്കൽ പത്ര സ്ഥാപനങ്ങളുടെ എല്ലാം ഉത്തരവാദിത്തപ്പെട്ടവരുടെ യോഗം ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി INS വിളിച്ചുകൂട്ടിയുണ്ടായി. അതിൽ KP കേശവമേനോനെ അന്ന് പരിചയപ്പെടുത്തിയ സ്വാഗത പ്രാസംഗികൻ പത്രവ്യവസായി എന്ന് പറയുകയുണ്ടായി. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞാൻ പത്രവ്യവസായിയല്ല, ഞാൻ പത്രധർമ്മ ഭടനാണ്. ഈ വ്യത്യാസം ഇന്ന് നമുക്ക് വളരെ വ്യക്തമായി പത്രങ്ങളിൽ കാണാൻ കഴിയും. ഓരോ പത്രങ്ങളെയും വിശകലനം ചെയ്യുമ്പോൾ നമുക്കിത് ബോധ്യപ്പെടും. ചിലർ പത്രങ്ങളെ ഒരു വ്യവസായമായിട്ടാണ് കാണുന്നത്. ലാഭമുണ്ടാക്കാൻ, വ്യവസായത്തിലൂടെ കൊള്ളലാഭമുണ്ടാക്കാൻ ഒക്കെ ശ്രമിച്ചുകൊണ്ട് പത്രങ്ങളെ വെറും വ്യവസായ മാത്രം കാണുന്നു, വാണിജ്യവൽക്കരിക്കപ്പെട്ട ഒരിടമായി കരുതുന്നവർ ധാരാളമുണ്ട്. പക്ഷെ അങ്ങനെയുള്ള താല്പര്യങ്ങൾ
വെച്ചു പുലർത്തിക്കൊണ്ട് പത്രത്തിൻ്റെ പ്രചാരവും സ്വാധീനവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് അതിൽ നിന്നും വ്യത്യസ്തമായി പത്രധർമ്മം ഉയർത്തിപ്പിടിച്ച് പത്രധർമ്മ സംരക്ഷണ ഭടനായി ഒരു പത്രപ്രവർത്തകനും മാറണം എന്ന വളരെ വിശാലമായ സന്ദേശം ലോകത്തോട് വിളിച്ചു പറയുകയാണ് ജന്മഭൂമി ഇപ്പോൾ ചെയ്യുന്നത്. തീർച്ചയായും അങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ ഔദാര്യം കൊണ്ട് സഹായം കൊണ്ട് പിടിച്ചു കയറി വരാൻ പത്രസ്ഥാപനങ്ങൾ ഇന്ന് ശ്രമിക്കുമ്പോൾ അതിലൊന്നും കണ്ണുവെക്കാതെ വളരെ സത്യസന്ധമായി, ആത്മാർത്ഥമായി, നിസ്വാർത്ഥമായി, സ്വതന്ത്രമായി പത്രപ്രവർത്തനം നടത്തുന്നു എന്ന് പറയുന്ന ഒരു അതിശയം തന്നെയാണ്. കാരണം നാടിൻ്റെ വിശാലമായ താല്പര്യമാണ് ജന്മഭൂമിക്ക് എന്നും കൈമുതലായിട്ടുള്ളത്. നാട് നേഷൻ ഫസ്റ്റ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി എപ്പോഴും പറയാറുണ്ട്, നേഷൻ ഫസ്റ്റ്, ബാക്കിയുള്ളതൊക്കെ നെക്സ്റ്റാണ്. പത്രപ്രവർത്തനത്തിൻ്റെ ബാലപാഠം അതുതന്നെയാണ്. എന്തിനാണ് പത്രപ്രവർത്തനം? നമ്മുടെ നാടിന് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളുണ്ട്, ആരും അഭിസംബോധന ചെയ്യാത്ത പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ ഭൂരഹിതരായിട്ടുള്ളവർ എത്ര പേരുണ്ട്? വീടില്ലാത്തവർ, ഭൂമിയില്ലാത്തവർ, ഉണ്ണാനും ഉടുക്കാനും ഉറങ്ങാനും നിവൃത്തിയില്ലാത്തവർ, എത്രയോ സാധാരണക്കാർ, പാവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അധസ്ഥിതരായവർ, പിന്നോക്കക്കാർ, ഒരു ജീവിതം കരുപ്പിടിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടുന്നവർ, ഇവരുടെയൊക്കെ ശബ്ദം ആരുയർത്തും? നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് 5 ലക്ഷം ഹെക്ടറിൽ പരം പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി കിടപ്പുണ്ട്. ഭൂമിയില്ലാത്തവർ 3.5 ലക്ഷത്തിൽ പരം കേരളത്തിലുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ഈ ഒരു വലിയ അകലം എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഈ വിഷയം ആരുയർത്തിപ്പിടിക്കും? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരുണ്ട്? നമ്മുടെ നാട്ടിൽ ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. സാമൂഹ്യ തിന്മകളുണ്ട്, സാമൂഹ്യ അസമത്വമുണ്ട്, സാമൂഹ്യ വിപത്തുകളുണ്ട്. ഇതിനെതിരെ ആര് വിരചുണ്ട്? ഇന്ന് ജേർണലിസം അല്ലെങ്കിൽ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് റേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ക്രിയേറ്റീവ് ജേർണലിസമാണോ അതോ റേറ്റിംഗ് ജേർണലിസമാണോ? ഇവിടെ റേറ്റിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞാൽ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയും വ്യാപകമായ തലങ്ങളിലേക്ക് തങ്ങളുടെ ശബ്ദം എത്തണം. അത് നാടിനെക്കുറിച്ചാണോ, നാടിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണോ, ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചാണോ? അതൊന്നുമല്ല പ്രശ്നം. നാടെങ്ങനെയായിരുന്നാലും ജനങ്ങളെങ്ങനെയായിരുന്നാലും അതിനെക്കുറിച്ചുള്ള വേവലാതിയോ ആക്ഷേപമോ ആവലാതിയോ ഒന്നുമില്ല. പക്ഷേ റേറ്റിംഗ് ആണ് വിഷയം. പ്രചാരവും നാട്ടിലെമ്പാടും എത്തിച്ചേരണമെന്നുള്ള ഒരു മത്സരബുദ്ധിയും ഇന്ന് പത്രപ്രവർത്തന രംഗത്തെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു റിലേറ്റീവ് ജേർണലിസം, എന്തിനെയെങ്കിലും ആശ്രയിച്ച് മാത്രം പത്രപ്രവർത്തനം നടത്തുക എന്ന് പറയുന്ന ഒരു കടമയായി ഇന്ന് കരുതുന്ന പല സ്ഥാപനങ്ങളുമുണ്ട്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നാടിനു വേണ്ടി, സ്വാതന്ത്ര്യത്തിനു വേണ്ടി വലിയ ഒരു ത്യാഗോജ്വലമായ പ്രവർത്തനം നടത്തിയ പാരമ്പര്യവും പൈതൃകവും ചരിത്രവുമുള്ളവർ പോലും ഇന്ന് ഇത്തരത്തിൽ സമകാലീന സംഭവവികാസങ്ങളോട് പ്രതികരിക്കുന്നത് എന്തുണ്ട് ലാഭം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് മാറിയേ പറ്റൂ. നമ്മുടെ നാട്ടിൽ ശബ്ദമില്ലാത്തവരുണ്ട്, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്. അവരുടെ വിഷയങ്ങൾ ആര് കൈകാര്യം ചെയ്യും? നമുക്കറിയാം, ചങ്ങറയിലും അരിപ്പയിലും അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ഭൂമിക്ക് വേണ്ടി പോരാട്ടങ്ങൾ നടത്തിയവരുടെ സ്ഥിതി ഇന്ന് എന്താണ്? ഇന്ന് ഭരണത്തിലിരിക്കുന്നവർ തന്നെ ഒരു കാലത്ത് പ്രതിപക്ഷത്തിരുന്നപ്പോൾ കയ്യേറിയ മിച്ചഭൂമി എന്ന് പറഞ്ഞ് കയ്യേറി കുടിലുകൾ കെട്ടിയ ആ സ്ഥലങ്ങൾ ഇന്നെവിടെ? ഇന്ന് സാധാരണക്കാർക്ക് വേണ്ടി വാദിക്കാൻ, പാവങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ, അവരുടെ കണ്ണുനീർ തുടയ്ക്കാൻ, അവരുടെ നീറുന്ന പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഇന്ന് ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? ഒരു പത്രത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് അവിടെയാണ്. ഈ പാവങ്ങളുടെ കാര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്ത് ബിസിനസ്, എന്ത്
അതിൽ യാതൊരു വാണിജ്യ താല്പര്യവുമില്ല. അതുകൊണ്ട് അതേപ്പറ്റി ചിന്തിക്കാൻ പറയാൻ ആരും ഉണ്ടാകുന്നില്ല. ഇതൊരു വശമാണ്. മറ്റൊരു വശം മനഃപൂർവ്വം പറയാതിരിക്കുക എന്നുള്ളതും. ഇപ്പോൾ വഖഫ് എന്ന് പറയുന്ന ഒരു വലിയ ഈ 3 അക്ഷരം ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എന്തുകൊണ്ടത് ചർച്ച ചെയ്യപ്പെടുന്നില്ല? കാരണം ഞാൻ ഇന്ന് ഇവിടെ മുക്കം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സ്ഥല ഉടമസ്ഥൻ്റെ കണ്ണുനീർ കണ്ടു. അദ്ദേഹത്തിൻ്റെ 2 ഏക്കറോളം വരുന്ന ഭൂമി 40 വർഷങ്ങൾക്ക് മുമ്പ് പണം കൊടുത്ത് വാങ്ങിയതാണ്. ആധാരം എഴുതി ടാക്സ് അടച്ച് സ്വന്തമായി മക്കളുടെ മക്കൾ വരെയായി അങ്ങനെ കഴിയുന്നവർ ഇപ്പോൾ ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് വഖഫ് സ്വത്താണെന്നാണ് പറയുന്നത്. ഏത് സ്വത്തും കയറി വഖഫ് സ്വത്താണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്നൊരു നിയമം നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ പരം വലിയൊരു സാമൂഹ്യ തിന്മ എന്തുണ്ട്? സമൂഹത്തോട് ഈ സമൂഹത്തിൽ ഇത്രമാത്രം ഒരു വലിയ ഒരു ക്രൂരത വേറെയാണ്. ഇതിനെതിരെ ആര് പ്രതികരിക്കുന്നു? പത്രപ്രവർത്തന രംഗത്ത് ഇതിനെതിരെ എന്തെങ്കിലും ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ടോ? ഇത് മനഃപൂർവ്വം പറയാതിരിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ മനഃപൂർവ്വം പറയാതെ മാറ്റുകയാണ്. കാശ്മീർ ഭാരതത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ദേശീയ താല്പര്യങ്ങൾ വെച്ചു പുലർത്തുന്ന സമയത്ത് ഭാരതം അവിഭാജ്യ ഘടകമാണ് എന്ന് പറയുമ്പോഴും കാശ്മീർ നമ്മുടെ ഭാരതത്തോടൊപ്പം നിലനിർത്താൻ വേണ്ടി പത്രരംഗത്തിന് എന്ത് സംഭാവനയാണ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? പത്രസ്ഥാപനങ്ങൾക്ക് എന്ത് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? ഒമർ അബ്ദുള്ള എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ ഭരണഘടനയെ സാക്ഷി നിർത്തി ഞാൻ അധികാരമേൽക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞത് എന്താണ്? ഭാരതത്തിൻ്റെ ഭരണഘടനയെ സാക്ഷി നിർത്തി ഞാൻ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നു എന്നാണ്. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു വിഷയത്തിൻ്റെ പരിവർത്തനം ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്നില്ല? നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നില്ല? നമ്മുടെ ദേശീയ വിഷയങ്ങൾ, ദേശീയ താല്പര്യങ്ങളുള്ള വിഷയങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല? അത് ചർച്ച ചെയ്യാൻ ഒരു ദിനപത്രം വേണ്ട. ആ ദിനപത്രം, ആ ഒരു സ്പേസിലേക്കാണ് ജന്മഭൂമി ദിനപത്രം കടന്നു വരുന്നത്. ഒരു വിശാലമായ സ്പേസ് നമ്മുടെ കേരളത്തിലുണ്ട്. ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ആ ഒരു സ്പേസിൽ നിന്നുകൊണ്ടാണ് ഇവിടുത്തെ ദിനപത്രങ്ങൾ വളർന്നത്, പ്രവർത്തിച്ചത്. പക്ഷേ ഇന്ന് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, 75 വർഷത്തെ സ്വതന്ത്രമായി ശ്വസിച്ച നമ്മൾ ഈ വക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ദിനപത്രങ്ങൾ, നമ്മുടെ പത്രപ്രവർത്തന രംഗം ഈ വക കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നത്തിനും വെള്ളത്തിനും മണ്ണിനും വേണ്ടി നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോരാട്ടങ്ങൾ, വലിയ പോർമുഖങ്ങൾ വാസ്തവത്തിൽ തമസ്കരിക്കപ്പെടുകയാണ്. അത് തമസ്കരിക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് തമസ്കരിക്കുന്നത്. ഇങ്ങനെ നിരവധി ദേശീയ വിഷയങ്ങളും നമ്മുടെ നാട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതിനൊരു ദിനപത്രം ആവശ്യമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദം നമ്മുടെ നാട്ടിൽ മുഴങ്ങണം. അത് ജന്മഭൂമിയുടെ ദൗത്യമാണ്. അത് ജന്മഭൂമി ഏറ്റെടുത്തേ മതിയാകും. 1975 അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ആരംഭിച്ചു, അതിനു മുമ്പ് ആരംഭിച്ചു. പിന്നീട് നമ്മുടെ കൊച്ചിയിൽ പ്രഭാത ദിനപത്രമായി. തുടർന്ന് ഇതിന് നേതൃത്വം കൊടുത്തവർക്ക് എല്ലാവർക്കും ആ കാഴ്ചപ്പാടുണ്ടായിരുന്നു. PVK നെടുങ്ങാടി, ശ്രീ MP മന്മഥൻ, അതുപോലെ VM കൊറാത്ത്, തുറവൂർ വിശംബര സാർ, ഹരിയസ് കർത്ത, ലീലാമേനോൻ തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായ വലിയൊരു പത്രാധിപന്മാരുടെ നിരയാണ് ജന്മഭൂമിയെ നയിച്ചത്. അത് കേരളത്തിൻ്റെ പത്രപ്രവർത്തന ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഈ 50 വർഷം വളരെ വസ്തുനിഷ്ഠമായിട്ട് ഇതിനെ പഠനം നടത്താൻ, സ്വതന്ത്രമായി ഒരു പഠനം നടത്താൻ കഴിഞ്ഞ 50 വർഷക്കാലം കേരളത്തിൻ്റെ പത്രപ്രവർത്തന ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ജന്മഭൂമി അത് വളരെ നിർണായകമായ ഒരു സ്ഥാനം ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് അത് ഭാവിയിൽ രേഖപ്പെടുത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായിരുന്നാലും 50 വർഷക്കാലം നിരവധി പ്രതിബന്ധങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്ന് ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നു. ഒരു സന്ദർഭത്തിൽ ഈ സ്ഥാപനം തന്നെ പിടിച്ച് നശിച്ചപ്പോഴും, അച്ചടിയന്ത്രം മുഴുവൻ തീ കത്തി നശിച്ചപ്പോഴും അവിടെ ഉണ്ടായിരുന്ന റീലുകളെല്ലാം, പേപ്പർ റീലുകളെല്ലാം കത്തിച്ചാമ്പലായപ്പോഴും പിറ്റേ ദിവസവും പത്രം പുറത്തിറങ്ങി. പിറ്റേ ദിവസവും പത്രം യാതൊരു കോട്ടവും തട്ടാതെ, യാതൊരു മുടക്കവുമില്ലാതെ
പുറത്തിറങ്ങി എന്നുള്ളതാണ്. അതാണ് ഈ പത്രത്തിൻ്റെ നാടിനോടുള്ള പ്രതിബദ്ധത, ജനങ്ങളോടുള്ള വിധേയത്വം, ജനങ്ങളോടുള്ള കടപ്പാട്. തീർച്ചയായും ആ കടപ്പാട് വരും കാലങ്ങളിലും ഈ പത്രത്തിന് നിർവഹിക്കും എന്ന് തന്നെയുള്ള പ്രതീക്ഷയോടുകൂടി ഇനി ഈ കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക പരിവർത്തനത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ ഈ പത്രത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്തേ. ഒരുപാട് നന്ദി ശ്രീ കുമ്മനം രാജശേഖരൻ ജി. അടുത്തതായി അധ്യക്ഷ ഭാഷണത്തിനായി ജന്മഭൂമി മാനേജിംഗ് ഡയറക്ടർ ശ്രീ എം രാധാകൃഷ്ണൻ അവർകളെ ക്ഷണിക്കുന്നു. ആദരണീയനായ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ് ജി, ശ്രീ ജോർജ് കുര്യൻ ജി, വി മുരളിച്ചേട്ടൻ, പി കെ കൃഷ്ണദാസ് ജി, ശ്രീമതി പി ടി ഉഷ, ശ്രീ കുമ്മനം രാജേട്ടൻ, ശ്രീ പി നാരായൺ ജി, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, പരിപാടിയുടെ മൊത്തം സമയക്രമം ഒരു അധ്യക്ഷനിൽ നിക്ഷിപ്തമായിരിക്കുന്നത് കൊണ്ട് ഞാൻ വളരെയധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഈ 50-ാം വർഷത്തെ പരിപാടിക്ക് വേണ്ടിയുള്ള പരിശ്രമം കഴിഞ്ഞ ഒരു 2-3 മാസമായി കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടക്കുന്നു. ഡൽഹിയിലും അതിനുവേണ്ടി വലിയ പരിശ്രമം നടന്നിട്ടുണ്ട്. ആ പരിശ്രമത്തിൽ പങ്കാളികളായിട്ടുള്ള ജന്മഭൂമിയുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും സംഘത്തിൻ്റെയും മറ്റു വിവിധ സംഘടനകളുടെയും എല്ലാ പ്രവർത്തകരോടും ജന്മഭൂമിയുടെ ഭാഗത്തു നിന്നുള്ള അഭിനന്ദനവും കൃതജ്ഞതയും ഞാൻ ഈ സമയത്ത് പ്രകാശിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ വേദിയിൽ കോഴിക്കോട് ജന്മഭൂമി പത്രം തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന നാരായൺജി, ജന്മഭൂമിയുടെ പ്രാരംഭകാലം മുതൽ എഡിറ്റോറിയൽ പ്രവർത്തനങ്ങൾ വഹിച്ചിരുന്ന കുമ്മൻ രാജേട്ടൻ, അവരെല്ലാം നമ്മുടെ വേദിയിലുണ്ട്. തുടക്കം മുതലുള്ള നമുക്ക് ലഭ്യമായിട്ടുള്ള ആളുകളെല്ലാം നമ്മുടെ സദസ്സിലും ജന്മഭൂമിയിൽ ഇന്നത്തെ സദസ്സിലുമുണ്ട്. അപ്പോൾ അവരോടെല്ലാം കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ട് കാലത്തെ ജന്മഭൂമിയുടെ പ്രയാണത്തിന് ഏറ്റവും കഷ്ടത നിറഞ്ഞ നാളുകളിൽ ജന്മഭൂമി തുടങ്ങുകയും നിലനിർത്തുകയും ചെയ്ത അത്തരം പ്രതിഭാശാലികളോടെല്ലാം ജന്മഭൂമിയുടെ ആദരവ് ഈ സമയത്ത് ഞാൻ സമർപ്പിക്കുകയാണ്. ഇവിടെ കൂടിയിരുന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ പരിപാടി വിജയിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. It's my honor to invite our esteemed chief guest, Honorable Minister for Railways, Information and Broadcasting and IT, Shri Ashwini Vaishnav ji. Shri Ashwini Vaishnav ji is a former IAS officer who is serving as the 39th Minister of Railways, the 35th Ministry of Information and Broadcasting. Namaskaram. Honorable Shri George Kurian ji, my colleague in the Council of Ministers, Honorable Shri Radhakrishnan ji, who is presiding over this 50th anniversary, the Golden Jubilee of Janmabhumi, Srimati P.T. Usha ji, Honorable MP, Rajya Sabha, and one of the great Olympiads, one of the great sports persons of our country, Shri Advocate K.K. Balram ji, Shri V. Muralidharan ji, former minister and my mentor in the parliament, so many times he has guided me. Shri P.K. Krishnadas ji, who is now national executive member, but as chairman of the PSC, he did very good work, and throughout the state of Kerala he visited. Shri K.N.R. Nambudiri ji, editor sahab, Shri Narayanan ji, Shri Rajshekharan ji, Shri Ramchandran ji, Shri Shaji, Shri Arun Kumar ji, Shri Balakrishnan ji, Railway General Manager, DRM Saab,
the PIB officials, Doordarshan, All India Radio, NIC, and all the dignitaries present in this beautiful gathering of the Golden Jubilee of Janmabhumi. It's my great pleasure and big honor to be a part of this gathering. I wish Janmabhumi and the long struggle it has made, I wish you great success. I wish that Janmabhumi should continue to rise, continue to educate, and be on its original motto of serving the nation, reforming the society. Wish you all the very best. In my speech today, I thought that I'll put it in a slightly different format. I thought we'll make a small little presentation. Honorable Prime Minister Shri Narendra Modi ji has continuously focused on building a country which will be a developed country by 2047. In the first and second terms, he basically focused on building the foundation. This third term will see many of the results that are the efforts of the first and second terms. So, the three responsibilities he has given me, I would like to focus on those responsibilities, and especially railway, because railway is the lifeline of Kerala. Keralam. A very beautiful language, very nice culture, and especially Kozhikode. This is the city of letters, now announced as the city of letters. So very honored to be here. So we'll have this small little presentation where the focus will be on what the country's railway, how it is transforming and how it is impacting the lives of Keralites. The 10 years have been phenomenal in terms of how much capacity we can add. If you look at the number of tracks that we have constructed in the last 10 years, from 2004 to 2014, only about 15,000 kilometers of tracks were added. But in the 2014 to 2024, the pace almost doubled, 31,000 kilometers of tracks were added. And if you compare that number, that is bigger than the entire network of France. And if you remember, some time back when we were younger, people used to say that we are only adding the population. But Modi ji has changed everything. Now, we are adding the infrastructure of different countries in 1 year. So last year we added 5,300 kilometers of railway tracks. And if you look at one of the very rich country like Switzerland, this is more than the entire network of Switzerland added in 1 year. And even before that, 5,200 kilometers. So Switzerland added in 1 year, another Austria added in second year. That is the pace of construction that is going on. Same is the case of electricity. Same is the case of electrification. We all know that we don't have oil in our country, no petroleum reserves. So it is better to have electrification so that goods and people can be carried using electricity. So the electrification which was done in entire 60 years from the independence was 21,000 kilometers. Just take this number, na? So 60 years, 21,000 kilometers. In 10 years, 40,000 kilometers, 44,000 kilometers. So what was not done in 60 years, more than double of that has been done in 10 years. That is the pace at which Modi ji's government is working. And now practically 97% of the entire country's network is already electrified. And by next year, June, July, entire country network would be fully electrified.
Imagine this is equivalent to electrifying the entire network of a large country like Germany. That is the pace, that is the scale of the work. Many more things are happening, like the bullet train. The progress is so rapid and totally new type of technology is being brought in. If you look at these pictures, it's phenomenal work happening everywhere. More than 335 kilometers of piers and the viaduct has been constructed. And by very soon in coming few years, we will have the first bullet train. And then we want to take 3 more bullet corridors, one in north, one in east, and one in south. Because the first one is already happening in the western part of the country. So we have seen countries of our size have really invested very heavily in bullet trains, because that is the best way to move a large population. So this will be a big thing for our country. Some of the constructions that we have done in the recent times are phenomenal. This is Chenab Bridge. If you look at the Chenab Bridge, this is going to connect Kashmir to Kanyakumari. So this has been a dream for many decades. Since our independence, this bridge is 35 meters taller than the Eiffel Tower. So look at the how much effort that has gone in for creating this kind of infrastructure. We have all traveled by, how many of you have traveled by Vande Bharat? Wow, this is the highest number of hands I have seen. Very amazingly well designed train, right? All designed in our country, all manufactured close by at ICF Chennai, and a very successful train across the country. Now we are running about 136 services. I know in Kerala there is some criticism about the Ernakulam to Kayamkulam section via LFP. So we'll discuss. But overall, I find that the feedback is very good about Vande Bharat. Same is the case about Vande Bharat Sleeper. This will be the overnight train. And this train, the first train is complete, and very soon we will be starting we have already starting the testing. What I want you to see is, the interiors have been designed with a lot of care. Lot of care has been brought in to make sure that the passenger comfort is very good, very high order. And when we are aiming towards a developed country, these are the efforts that we have to put in today, so that in 25 years we can be a developed country. This is Amrit Bharat train. Again, a world-class train, very good train, fully focused on people who are not able to afford, people who have low incomes. Then the Namo Bharat Rapid Rail. This is going to be a game changer. This is going to be like a metro on the regular railway tracks, a regional train which is going to connect cities at very short distances. This also is constructed, already manufactured, and first train has been already put in service. So overall, what I want to tell you is that between Vande Bharat, Vande Sleeper, Amrit Bharat and Namo Bharat, our transportation by travel by train will fully transform in the coming 5 to 7 years. That is going to be a big change in our lives in the coming 5-7 years. We want to manufacture about 400 Vande Bharat, about 400 Namo Bharat, and about 400 Amrit Bharat trains. So that will mean that throughout the country we have very good quality of services. Now I will come to the station redevelopment. We all know that our stations were built
50, 60, and many of them were built about 100 years back. But now Prime Minister Narendra Modi ji has taken a very ambitious program in his hands to reconstruct more than 1,000 stations. So today 1,334 stations are being totally redeveloped at an investment of almost 1 lakh crore rupees. And construction is progressing already at on about 1,100 stations. Already construction is progressing very well. In our Kerala, we are constructing 35 stations. I'll show you some pictures of the stations in rest of the country, then we'll focus on Kerala. This is Jammu Tawi station. Jammu Tawi, the station which connects to Srinagar. Beyond this, we have Katra, then the Kashmir line. Beautiful station. This is practically now constructed. Within just 2.5 years, this much work has happened. This is Gomti Nagar in Lucknow, recently inaugurated. So people sometimes ask me whether this is a station or airport. I say, don't worry, entire country's stations are going to be like that. This is Puri station, which is now getting constructed. If you look at these three stations, one thing you will observe that these stations are built on the cultural heritage of our country. While we want to modernize, we would also like to make sure that our cultural heritage is preserved, strengthened, and we are connected with our roots. We are connected with our Janmabhumi. This is Surat, again integrating bus, metro and railway, everything gets integrated in one station. This is Bhubaneswar, trying to create a IT hub over the station. That kind of thinking is going on and the work is going on at very rapid pace. This is Karnataka, this is now Keralam, right? Let's see what is there in store for us. Beautiful stations, and Kerala being a beautiful, very, very beautiful state, we must have the stations which are designed looking at the cultural and climatic conditions of Kerala. So 35 stations throughout the state, north to south, quite a lot of stations. The list I will share with Janmabhumi, and maybe you can publish the entire list so that people can know which stations are being developed. But I'll show you some of the designs, starting with LAP. This is going to be the LAP station. Anybody from LAP here? What do you think? Good. This is Angadipuram. What I want to say is that for many years the focus was only on the big stations. But Prime Minister Shri Narendra Modi ji changed that. He said that big, medium and small, everywhere we have to work. So we started with 1,000 stations, and that is world's largest station redevelopment program anywhere in the world. And now, since we are making good progress, so looks like in coming 2 to 3 years, we would have completed all the 1,000, then we can take another 1,000. Complete those, then take another 1,000. So that is the way we are working. This is Angamali. This is Chalakudi. Small stations, but good work. This is Changanaseri. Pardon me if I am pronouncing it wrong. Changaseri. This is Chirianikel. Chirianikel. This is Ernakulam. Beautiful. Anybody from Ernakulam here? What do you think? Good? There is a nice word, I'll use it later. This is Ernakulam, actual work going on. Right? So these are, see, the progress which is happening is phenomenal. Sometimes that is disturbing the opposition.
they feel threatened now. And they come up with new stories every day. So there was this Angamali Sabri project, right? So the project was sanctioned on the basis of 50% contribution by the state government. So we saw 2-3 times there is a flip-flop. And when so much work is going on in the stations and doubling, so there was pressure on the state government. Then they said, fine, we will contribute a 50%, but so and so, so many conditions, this condition, that condition. We said, please tell us clearly whether you want the Sabri project or you don't want it. If you want it, then don't put these conditions. If you don't want it, then tell us, tell the people, because people's welfare comes first. Politics comes later. So why do politics for railways when our Prime Minister has very clearly focused on people's welfare and development? Then why not simply focus on the progress? So finally they have given a letter, but once again they have put 2 conditions in it. So anyway, we will now send a format to Government of Kerala, a format which was signed with the Government of Maharashtra, so that they can sign, and the moment they sign, we can start the work. Same is the case of land acquisition. Out of the 460 hectare land required, we have paid the money, Railways has paid the money. Close to 2,100 crore rupees have been paid, but only about 60 hectare of land has been acquired. Only about 14% of land has been acquired. If for doubling project also the state is not willing to support, then how will large projects come up? So my request is that while we are able to do the works which are within the premises of railway, where it is easier to execute the work, but beyond that we request the support of the state government. Then only work can happen. They keep coming with K-Rail again and again. Each time we say that please address the environmental concerns, please address the technical concerns, we get one more reminder. And then in the parliament there will be question after question. So question is, fundamental point is, we want people's development. Modi ji wants people's development. Prime Minister Shri Narendra Modi ji wants that railway should focus on serving the people so that people can get better quality of service. And for 50-60 years there was a neglect. So it takes, we are working very hard, so it takes a lot of effort to bring it back to a good situation. But we are willing to do that work. The support also has to come from the other partners in the government. So when all these kind of stations are getting done, there is a bit of issue among other stakeholders. But let us as people, let us as public, create that unanimity, create that awareness, so that all of can work towards same goal of serving the people. This is Ernakulam town. Again, the focus is creating facilities which can be used for multiple purposes around the stations. Again, the work is going on at very good pace. If you look at it, the focus is on getting a work which will be good for many, many decades coming in the coming years. This is Ettumanur. This is Guruvayur temple station. This is Kasargod station. Kasargod, again, I can show photographs of all the stations where work is happening. This is Kayamkulam. This is Kollam. Anybody from Kollam? Kollam, again, work is happening at very good pace. This is Kozhikode. There is a very nice Malayalam word. Please correct me if I pronounce it wrong. Adipoli. Adipoli.
Looks good, na? And both sides will be connected. East and west, both sides will be developed. And today when we reviewed the station, I asked the team, GM Saab is sitting here and DRM Saab is also present here. I asked GM Saab, can you find area where we can develop an IT hub? So GM Saab was very proactive. He is one of the finest officers we have. And he immediately looked at the map and identified a land of about 5 acres, absolutely close to the station. So I have requested him that please develop that area so that tomorrow a nice IT hub can be developed for Kozhikode, the city of letters, one of the most famous cities in the world since the ancient times. This is Mavelikara, correct? Mavelikara. This is Nilambur Road. This is Ottapalam. This is Parpanagadi. This is Payanur, Punnalur, and Shornur. A lot of people from Shornur. Again, a big station. A lot of work will be done here. Then Thalseri. I heard somebody was from Thalseri. No claps from this side, but they are very conjuice. I've been asking our Muralidharanji, please help me taste Ada Pradhamam. But for 4 years, he has just been no Ada Pradhamam for me, last 4 years. Each time I tell him, and this time I didn't tell him. This time I decided not to ask him. Then he called up Madam, but Madam was also busy in some work. So no Ada Pradhamam this time also. So no, we will not start the work of Thalseri till you serve Ada Pradhamam. That is the condition for completing. GM Saab, please note this. No Thalseri work till... And this is Thiruvananthapuram, again a very beautiful city. And we are trying to have a combination of traditional and modern, because Thiruvananthapuram also can be a very important IT hub. It can be a big technology hub. I also want to share with you that we are developing the capacity of some of the large cities. For example, Kozhikode capacity. Today we reviewed, there is a scope for developing 4 more lines within the station, 3 more lines within the station premises, and space is being kept for more platforms, so that tomorrow when capacity has to be increased, then we can get the right land and right infrastructure available. Same is the case of Thiruvananthapuram. Again, we are developing the north-south of Thiruvananthapuram so that this can become a big transportation hub. And I thank Shri Muralidharanji because he really helped me in developing that entire concept where Nemam, Kochuveli, all these areas could be integrated into one proper master plan. Thank you so much for that. You really helped us in getting that concept right. This is Thrissur, again being developed as a beautiful city. Our Sri Suresh Gopiji is from Thrissur, and I must thank him formally because we developed the concept. Then he invested almost 1.5 months. He personally gave so much time to developing the station, reviewing the design, looking at the master plan, that finally we could achieve such a beautiful design which will meet the requirements and which will also be a modern and traditional design combined. And the amounts that we are investing are huge. See, Thiruvananthapuram is 496 crore. Same is the case of our Kozhikode is 473 crore. 473 crore is a huge amount. Nobody would have imagined 10 years ago that somebody would be investing so much funds on a station, right? These were unheard of. The whole
budget, whole railway budget of Kerala was 370 crore. 10 years back, whole budget of Kerala was 370 crore. Do you know what is the budget today? Make a guess. Let's see how many people can pass the quiz. Kerala, it has to be right answer. First answer has to be right answer. Kerala is highly educated place. Na? 3,000 crore. Now the budget is 3,000 crore. 8 times. One station is 300 crore. What was the entire budget for the state 10 years back during the UPA government? Now one station is of that magnitude. That is the pace at which work is happening. This is Tiruvalla, Tirupunitura, Vadakara. Vadakara is part of Calicut district? Say Kozhikode. You only taught me Kozhikode. Why say Calicut? I was always asking what is the right pronunciation. So Muralidharanji told me it has to be pronounced Kozhikode, not Calicut. So I'm reminding him now. We have been very good friends in the parliament. So, and also he has been mentoring me in my journey in parliament. So that's why I keep joking with him sometimes. Vadakara, Varakala. Varakala is your home? Shivagiri. Again, a beautiful station. And that is where I will stop. I also want to share with you that our journey in information and broadcasting is also going to be amazing. We are one of the most creative people in the world. And when it comes to Kerala people are amazingly creative. So our Prime Minister has approved a new concept, just like the IITs and IIMs. A new concept has been developed. It is IICT, Indian Institute of Creative Technology, IICT. So the first IICT has been approved in the cabinet very recently. The land has been given by the government of Maharashtra in Mumbai. So the first IICT, because Mumbai being the capital of Bollywood, capital of films in the country. So the first IICT is being set up in Mumbai. And once we develop that concept properly, then like the network of IITs and IIMs, and Kozhikode being one of the places where one of the first IIMs was set. So we will be developing a whole chain of IICTs. And again, the idea is, today our creative people, if they get the benefit of technology, if they get the best training in technology, then they can really create wonders and be among the best in the world. So that focus is there. Then we are also focusing on developing infrastructure for developing for filmmaking and film-related activities in the country. Our focus is also on reviving some of the traditional mediums like radio, and make sure that the transition which is happening today from the traditional to digital, that transition should be smooth. That should not become a very disruptive transition. Many more things are happening in the world of IT. I am sure you have heard the story of semiconductor, something that our country tried since 1962. Now we got successful when our Prime Minister Shri Narendra Modi ji gave a clear roadmap for developing the semiconductor industry. And today we have 5 units where the construction work is going on. And this was a dream for decades. And today, as we know, everything that we see here has semiconductor in it. So we must get this strategic industry in our country. We have also seen the success of mobile phone manufacturing in our country, right? So today the iPhones are manufactured in India. Laptops, servers, they are all manufactured in India today.
So a huge progress is happening, and all this progress is basically the foundation of a developed country. We'll have to work very hard, and our Prime Minister Shri Narendra Modi ji says that in the third term, we have to do 3 times more work. So imagine the efforts that he wants all of us to put in, because that is the only way we can build a country. That is the only way we can give a better country to our future generations. That is the only way by which we can achieve and realize the dreams of our Janmabhumi. I wish you all very good luck. I wish you all very good success. And I wish to stay connected with Janmabhumi and its very nice publications in the coming years. Thank you so much. Nanni. Thank you so much for enlightening us, sir. And now it's time to honor our chief guest. ആദരവ് നൽകുന്നതിനായി ജന്മഭൂമി മുഖ്യ പത്രാധിപർ ശ്രീ KNR നമ്പൂതിരി അവർകളെയും ജന്മഭൂമി വികസന സമിതി ചെയർമാൻ ശ്രീ TV ഉണ്ണികൃഷ്ണൻ അവർകളെയും സാദരം ക്ഷണിക്കുന്നു. My humble request to Ashwani ji to accept the small token of love and respect from Janmabhumi. Thank you so much, sir. Thank you. അടുത്തതായി ജന്മഭൂമിയുടെ സ്നേഹാദരം ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീര ന്യൂനപക്ഷ കാര്യങ്ങൾ സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ സാറിന് ജന്മഭൂമിയുടെ സ്നേഹാദരം നൽകുന്നതിനായി ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ശ്രീ പ്രകാശ് ബാബു, കൂടാതെ ജന്മഭൂമി സുവർണ ജൂബിലി ആഘോഷ സമിതി ഫിനാൻസ് ജോയിന്റ് കൺവീനർ BJP സംസ്ഥാന സമിതി അംഗം കൂടിയായ ശ്രീ M. രാജീവ് കുമാർ അവർകളെയും ക്ഷണിക്കുന്നു. ഒപ്പം ആദരം ഏറ്റുവാങ്ങുന്നതിനായി ആദരണീയായ യൂണിയൻ മന്ത്രി ശ്രീ ജോർജ് കുര്യൻ സാറിനെ ക്ഷണിക്കുന്നു. ഒരുപാട് നന്ദി സർ. അടുത്തത് ജന്മഭൂമിയുടെ ആദരിക്കുന്ന സദസ്സാണ്. ആദ്യമായി ആദരിക്കുന്നത് ശ്രീ P. നാരായണൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകനും ജന്മഭൂമിയുടെ മുൻ മുഖ്യ പത്രാധിപരുമായിരുന്ന ശ്രീ P. നാരായണനെ ജന്മഭൂമി സുവർണ ജയന്തി ആഘോഷത്തിൻ്റെ ഭാഗമായി ആദരങ്ങൾ അർപ്പിക്കുന്നു. ജന്മഭൂമിയുടെ തുടക്കം മുതൽ 1/4 നൂറ്റാണ്ടുകാലം സമർപ്പിത സേവനം നടത്തിയ നാരായൺജി വിദ്യാഭ്യാസത്തിന് ശേഷം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ജന്മഭൂമിയിലും പ്രവർത്തിച്ചത്. കേരളത്തിലെ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം തുടരുന്ന പത്രപംക്തി എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ട സംഘപദത്തിലൂടെ എന്ന ജന്മഭൂമിയിലെ പ്രതിവാര പംക്തി 1/4 നൂറ്റാണ്ടിന് ശേഷം ഇന്നും തുടരുകയാണ്. വിവർത്തനങ്ങൾ ഉൾപ്പെടെ നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവ് കൂടിയാണ്. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഒന്നാകെ ആചാര്യതുല്യനായി കാണുന്ന നാരായൺജിക്ക് ജന്മഭൂമിയുടെ സുവർണ ജയന്തി വേളയിൽ ആദരണീയനായ നമ്മുടെ മിനിസ്റ്റർ ആദരമർപ്പിക്കുന്നു. അടുത്തതായി ശ്രീ രാമചന്ദ്രൻ കക്കട്ടിൽ. 1975 ജന്മഭൂമിയുടെ തുടക്കത്തിൽ ആദ്യ പത്രാധിപരായിരുന്ന ശ്രീ PVK നെടുങ്ങാടിയുടെ സഹായികളായുണ്ടായിരുന്ന പത്രപ്രവർത്തകരിൽ ഒരാളായ ശ്രീ രാമചന്ദ്രൻ കക്കട്ടിലിനെ ജന്മഭൂമി സുവർണ ജയന്തി ആഘോഷത്തിൻ്റെ ഭാഗമായി ആദരിക്കുന്നു.
അടുത്തതായി ജന്മഭൂമി പുരസ്കാരം. ഡിജിറ്റൽ ഗാഡ്ജറ്റ് വിപണന രംഗത്ത് ദക്ഷിണേന്ത്യയിലെ തന്നെ മുൻനിര സംരംഭമായ മൈജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ AK ഷാജിയെ ജന്മഭൂമി സുവർണ ജയന്തി ആഘോഷത്തിൻ്റെ ഭാഗമായി ആദരിക്കുന്നു. ശ്രീ AK ഷാജി. അടുത്തതായി ശ്രീ അരുൺ കുമാർ. 2015 മുതൽ കോഴിക്കോട് ലോകോത്തര നിലവാരത്തിലുള്ള വാസസ്ഥലങ്ങൾ ഒരുക്കി നൽകുന്ന ലാൻഡ്മാർക്ക് ബിൽഡേഴ്സിൻ്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ അരുൺ കുമാർ KA ജന്മഭൂമി സുവർണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ആദരിക്കുന്നു. ശ്രീ K അരുൺകുമാർജി. താങ്ക് യു സോ മച്ച് സർ. ഒരുപാട് നന്ദി. അടുത്തതായി ആശംസാ ഭാഷണത്തിനായി ഹോണറബിൾ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് മൈനോറിറ്റി അഫയേഴ്സ് ശ്രീ ജോർജ് കുര്യൻ സാറിനെ ക്ഷണിക്കുന്നു. ആശംസാ ഭാഷണത്തിനായി ആദരപൂർവം ശ്രീ ജോർജ് കുര്യൻ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവരും സരസിൽ അവരുടെ കസേരയിൽ തന്നെ ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ M. രാധാകൃഷ്ണൻജി, ശ്രീ അശ്വിനി വൈഷ്ണവജി, ശ്രീ KNR നമ്പൂതിരി, നാരായൺജി, രാമചന്ദ്രൻ കക്കാട്ടിൽ, ശ്രീ B. മുരളീധരൻ, ശ്രീ PK കൃഷ്ണദാസ്, ശ്രീമതി PT ഉഷ, ബലറാംജി, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 1975 ജൂൺ മാസം 25-ാം തീയതി ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുക. 8-ൽ നിന്ന് 9-ലേക്ക് പ്രമോഷൻ കിട്ടിയ അവസരത്തിലാണ്. അടിയന്തരാവസ്ഥയുടെ കാലഘട്ടം. ഇവിടെ എന്ത് പറയണം എന്നതിനെപ്പറ്റി എനിക്കൊരു ചിന്താക്കുഴപ്പമുണ്ടായിരുന്നു. കാരണം കോഴിക്കോട് ഈ അടുത്ത കാലത്തൊക്കെ തന്നെ ധാരാളം വേദികളിൽ ഞാൻ പ്രസംഗിച്ചതാണ്. അതുകൊണ്ട് ആ ചിന്താക്കുഴപ്പത്തിലിരിക്കുന്ന അവസരത്തിലാണ് എൻ്റെ കയ്യിലേക്ക് ഒരു പുസ്തകം വരുന്നത്.
എന്താണ് ഞാൻ പ്രസംഗിക്കേണ്ടതെന്ന് ആ പുസ്തകത്തിലൂടെ വളരെ വ്യക്തമായിരുന്നു. കാരണം അത് പത്രസംബന്ധിയാണ്. പത്രം വായിക്കാൻ തുടങ്ങിയത് 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ ആണ്. അന്ന് ആദ്യം വായിക്കുന്നത് ടാർസൻ, മാൻഡ്രേക്ക്, ഫാൻറ്റം, ഈ കോമിക്കുകളാണ് വായിക്കാൻ പഠിക്കുന്നത്. അതിനുശേഷം മുട്ടത്തുവർക്കിയിലേക്ക് എത്തും. അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, കാരണം എൻ്റെ വീട്ടിൽ വരുത്തിക്കൊണ്ടിരുന്ന ദീപികയാണ്. മുട്ടത്തുവർക്കിയിൽ നിന്ന് പടിപടിയായിട്ട് വായന ഉയർന്ന് ഈ 9-ാം ക്ലാസ്സിൽ ഞാൻ കുരുമുളക് എന്ന ഒരു നോവല്, അത് പത്രത്തിലാണ് വരുന്നത് ഞായറാഴ്ചകളിൽ. കുരുമുളക് വായിക്കുകയാണ്. എന്താണ് ഞാൻ പ്രസംഗിക്കേണ്ടതെന്നുള്ളത് അവിടെയാണ് വരുന്നത്. കുരുമുളക് എസ് കെ പൊറ്റക്കാട് എഴുതിയതാണ്. എസ് കെ പൊറ്റക്കാടിനെ പറ്റിയുള്ള ഒരു പുസ്തകം, അത് സാഹിത്യ വിമർശനമാണ് എന്ന് ഞാൻ മനസ്സിലാക്കും. തീർച്ചയായിട്ടും സാഹിത്യത്തിൻ്റെ വളർച്ച, സാഹിത്യത്തെ സംബന്ധിച്ചുള്ള ചിന്ത അതെപ്പോഴും വിമർശനത്തിൽ നിന്നാണ്. ആ നോവൽ വായിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു ഞായറാഴ്ച പത്രം എടുക്കാൻ വേണ്ടി ഓടി. പക്ഷെ ഞാൻ കാണുന്നത് ആ നോവൽ വരുന്ന ആ സപ്ലിമെൻറ്റിൻ്റെ ആ ഭാഗത്തൊരു കുറിപ്പാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ നോവല് പ്രസിദ്ധീകരിക്കാൻ സാധിക്കാത്തതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ഞാൻ വീട്ടുകാരോട് ചോദിച്ചു, എന്താ സാഹചര്യം? അപ്പോൾ വീട്ടുകാർ പറഞ്ഞു, അടിയന്തരാവസ്ഥയാണ്. അന്ന് കുട്ടികൾ കളിച്ചതിന് ശേഷം തൊട്ടടുത്തുള്ള വഴി സൈഡിൽ പോയിരിക്കും വൈകുന്നേരങ്ങളിൽ. വീട്ടിൽ നിന്ന് പറഞ്ഞ് പുറത്ത് അവിടെ പോയിരിക്കരുത്, പോലീസ് പിടിച്ചുകൊണ്ട് പോകും. അവിടെ നിന്നാണ് എൻ്റെ രാഷ്ട്രീയ ചിന്ത തുടങ്ങുന്നത്. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ദിശ കിട്ടുന്നത്. ആ കാലഘട്ടത്തിൽ ജയപ്രകാശ് നാരായണനെ പറ്റി കേട്ടിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി JP മൂവ്മെൻറ്റിൻ്റെ ഭാഗമാകുന്നു. 9-ാം ക്ലാസ്സുകാരൻ സ്കൂളിൽ പരസ്യമായിട്ട് JPയെ പിന്തുണയ്ക്കുന്നു. അറിയില്ല, അന്നങ്ങനെ പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു. കാരണം 13-14 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ആ അവസരത്തിൽ ചില ആൾക്കാരെന്നെ വന്ന് കണ്ടു. അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ അത് ഒളിപ്രവർത്തനം നടത്തുന്നവരായിരുന്നു എന്നോ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ആരായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും അവിടെ നിന്ന് എൻ്റെ രാഷ്ട്രീയ ചിന്ത തുടങ്ങുകയും 1977 10-ാം ക്ലാസ്സിന് ശേഷം ജനതാ പാർട്ടിയിൽ വരികയും ജനതാ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഓമനക്കുട്ടൻ എന്ന് പറയുന്ന ഒരു സംഘപ്രവർത്തനത്തിലൂടെ സംഘപരിവാറിലേക്ക് എത്തുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും ജന്മഭൂമിയെ പറ്റി പറയുന്ന അവസരത്തിൽ ഖൊറാത്ത് സാറ് ഉള്ള അവസരത്തിലാണ് ശ്രദ്ധിക്കുന്നത്. പക്ഷേ എപ്പോഴും ജന്മഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരായൺജിയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ നമിക്കുകയാണ് ഈ അവസരത്തിൽ. എല്ലാ പരിവാറുകാർക്കും ജന്മഭൂമി എന്ന് പറഞ്ഞാൽ അത് നാരായൺജിയായിരുന്നു. തീർച്ചയായിട്ടും അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിലും അതിനുശേഷവും അസ്വാതന്ത്ര്യത്തിൻ്റെ കാലഘട്ടത്തിലും സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ കാലഘട്ടത്തിലും ഈ പ്രസ്ഥാനത്തെ നയിച്ചത് നാരായൺജിയാണ്. എപ്പോഴും നമുക്ക് അത് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുകയുള്ളൂ. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ജന്മഭൂമി പടപൊരുതിയത്. ഭരണഘടനയ്ക്ക് വേണ്ടിയാണ് ജന്മഭൂമി പടപൊരുതിയത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് പടപൊരുതിയത്. ഇന്നതെല്ലാം തന്നെ വളരെ വിചിത്രമായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. എന്താണ് കാരണം? ഇന്ന് ജന്മഭൂമി ഒഴിച്ചുള്ള പല മാധ്യമങ്ങളും പെയ്ഡ് ന്യൂസിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം അതൊരു ബിസിനസ്സാണ്, കുമ്മനം പറഞ്ഞതുപോലെ. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയുവാൻ സാധിക്കും, ഇന്ന് കേരളത്തിൻ്റെ സാമൂഹ്യ അജണ്ട തീരുമാനിക്കുന്നത് അത് ജന്മഭൂമിയാണ്. കാരണം അത് ജന്മഭൂമിയിൽ വന്നതിന് ശേഷം
അത് രാഷ്ട്രീയ അജണ്ടയായിട്ട് മാറാറുണ്ട്, രാഷ്ട്രീയ അജണ്ടയായിട്ട് മാറുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ജന്മഭൂമി അതിൻ്റെ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ദൗത്യം തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതിനിടയിൽ പറയേണ്ട ഒരു കാര്യമുണ്ട്. കുമ്മനം അദ്ദേഹം മാനേജിങ് ഡയറക്ടറും മാനേജിങ് എഡിറ്ററും ഒക്കെ ആയിരുന്ന ഒരു സമയത്ത് ഞാൻ ഡൽഹിയിൽ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. PF ഒരു കേസ് എല്ലാ ദിവസവും കുമ്മനം വിളിക്കും. അത്രയും വലിയ തുക അടയ്ക്കേണ്ടി വന്നാൽ ഇത് പൂട്ടേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് എന്നും പറയുമായിരുന്നു. എങ്ങനെയാണെന്നറിയില്ല. ഞാൻ അവിടെ ട്രിബ്യൂണലിൽ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് എന്തൊക്കെയോ പറഞ്ഞു. ഇത് ലാഭത്തിന് വേണ്ടിയല്ല, ഇത് ദേശീയതയ്ക്ക് വേണ്ടിയാണ്, സമൂഹത്തിന് വേണ്ടിയാണ് ഈ പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഏതായാലും ഒരു വിധി കിട്ടി. അത് ഒഴിവാക്കിക്കൊണ്ടുള്ള വിധിയായിരുന്നോ? ഏതായാലും ആ സമയത്ത് കുമ്മനം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വളരെ സന്തോഷമുണ്ട് എന്ന് കുമ്മനം പറയുകയുണ്ടായി. അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മാനേജിങ് എഡിറ്ററും കുമ്മനം തന്നെയായിരുന്നു. ആ സമയവും കടന്നു, ആ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ കാലഘട്ടവും കടന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നെന്നും ജന്മഭൂമിയുടെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട് നന്ദി ജോർജ് സർ. അടുത്തതായി ആശംസാ ഭാഷണത്തിനായി ജന്മഭൂമി സുവർണ ജൂബിലി ആഘോഷ കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി PT ഉഷ MP-യെ ക്ഷണിക്കുന്നു. Honorable Minister of State for Fisheries, ശ്രീ ജോർജ് കുര്യൻ ജി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ സുഹൃത്തുക്കളെ, ജന്മഭൂമി ദിനപത്രം അതിൻ്റെ ചരിത്ര പ്രാധാന്യമുള്ള പ്രതിസന്ധി നിറഞ്ഞ 49 വർഷം പിന്നിട്ട് 50 വർഷത്തിലേക്ക് കടക്കുകയാണ്. വിജ്ഞാനോത്സവം എന്ന പേരിൽ വൈവിധ്യമാർന്ന വിഷയങ്ങളിലൂന്നി 5 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികളാണ് ജന്മഭൂമി സുവർണ ജയന്തി ആഘോഷങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. തുടർന്നുള്ള ഒരു വർഷക്കാലത്തെ ആഘോഷ പരിപാടികളും സംഘടിപ്പിച്ചിരിക്കുന്നു. 1975 തുടങ്ങി 2025 49 വർഷത്തെ ജന്മഭൂമിയുടെ ചരിത്രം സ്വാഭിമാനമുള്ള ദേശീയ ബോധമുള്ള ഒരു സമൂഹത്തിന് ഏറെ പ്രതീക്ഷ നൽകിയിട്ടുള്ളതാണ്. പിറന്നു വീണത് കാരാഗൃഹത്തിലാണെന്ന ശ്രീകൃഷ്ണ ജനനം പോലെ തന്നെ ജന്മഭൂമിയുടെ പിറവിയും അക്ഷരങ്ങൾക്ക് വിലങ്ങുവെച്ച അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടു മുമ്പായിരുന്നു. ഈ സാഹചര്യത്തിലും അക്ഷരവിലക്കിനെ വെല്ലുവിളിച്ച് ദേശീയ ആദർശത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിനായി ജന്മഭൂമി പ്രവർത്തിച്ചു. ജന്മഭൂമി എന്ന പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഭാരതത്തിൻ്റെ ദേശീയ ദൗത്യം സഫലീകരിക്കുന്നതിന് ഒരു പത്രം എന്ന നിലയിൽ ജന്മഭൂമിക്ക് പൊരുതി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ദേശവിരുദ്ധ ശക്തികളുടെയും ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമെല്ലാം പ്രചരിപ്പിച്ചിരുന്ന നുണപ്രചരണങ്ങളെ, വ്യാജവാർത്തകളെല്ലാം തുറന്നുകാട്ടി സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പക്ഷത്ത് നിന്ന് കാലം അത്രയും പൊരുതിയതിൻ്റെ ചരിത്രമാണ് ജന്മഭൂമിക്കുള്ളത്. വാർത്താമാധ്യമങ്ങൾ എണ്ണത്തിൽ മലയാളത്തിൽ ധാരാളം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ വസ്തുതകളെ കൃത്യമായി മനസ്സിലാക്കാനും യഥാർത്ഥ പത്രധർമ്മം നിറവേറ്റാനും എല്ലാ പത്രമാധ്യമങ്ങൾക്കും സാധിക്കുന്നുണ്ട് എന്ന് പറയാനാകുന്നില്ല. വ്യത്യസ്തങ്ങളായ പത്ര നടത്തിപ്പുകാരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് എടുക്കുന്നതിനും വേണ്ടി ഇവയെല്ലാം യഥാർത്ഥ മാധ്യമധർമ്മം വിസ്മരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് യഥാർത്ഥ വായനക്കാരൻ്റെ പിന്തുണയുമായി ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു പൗരാണിക രാഷ്ട്രത്തിൻ്റെ യശസ്സുയർത്തി ദേശീയ പൈതൃകത്തിൽ അടിയുറച്ചു നിന്ന് സ്വാഭിമാനത്തോടെ
അതിൻ്റെ വൈഭവം സാക്ഷാത്കരിക്കുന്നതിന് ജന്മഭൂമി അനവരതം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് ദേശസ്നേഹികൾക്ക് അഭിമാനമാണ്. അറിവിൻ്റെയും തിരിച്ചറിവിൻ്റെയും കാലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എല്ലാവരെയും എല്ലാ കാലവും വിഡ്ഢികളാക്കി നിർത്താൻ കഴിയില്ല എന്ന് നാം പറയാറുണ്ട്. അതുപോലെ വസ്തുതകളെ നേരിട്ടറിയാൻ നിരവധി മാർഗങ്ങൾ മുമ്പിലുള്ള പുതിയ സമൂഹത്തിൻ്റെ മുമ്പിൽ വസ്തുതാവിരുദ്ധമായ വാർത്തകൾക്ക് ചുരുങ്ങിയ ആയുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നതും സമീപകാല സംഭവങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഭാരതം പുതിയ ഉയരങ്ങളിലേക്ക് നടന്നെടുക്കുന്ന ഒരു ഘട്ടത്തിലാണ് ജന്മഭൂമിയുടെ സുവർണ ജയന്തി ആഘോഷങ്ങൾ കടന്നു വരുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ 100-ാം വർഷത്തിലേക്ക്, അതായത് അമൃതകാലത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ജന്മഭൂമി കൂടുതൽ കടമകൾ നിർവഹിക്കേണ്ടതുണ്ട്. പുതിയ തലമുറയ്ക്ക് മുമ്പിൽ വേണ്ട പോലെ ഉയർത്തിക്കാട്ടാത്ത ആയിരക്കണക്കിന് വർഷത്തെ പ്രൗഢോജ്വലമായ പൗരാണിക ഭാരതത്തിൻ്റെ ചരിത്രം, വ്യത്യസ്ത മേഖലകളിൽ നമുക്കുണ്ടായിരിക്കുന്ന പുരോഗതി, ഇടക്കാലത്ത് കയറി വന്ന അധിനിവേശ ശക്തികൾ തുടച്ചു നീക്കാൻ ശ്രമിച്ച ഭാരത രാഷ്ട്രത്തിൻ്റെ ആയിരക്കണക്കിന് വർഷങ്ങളായുള്ള സൗഭാഗ്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പൗരുഷത്തിൻ്റെയും എല്ലാമുള്ള കൃത്യമായ ചരിത്രം, ഇവയെല്ലാം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ, അതിൽ അഭിമാനിക്കുന്ന ഒരു പുതിയ ഭാരതീയ സമൂഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഇതിനെല്ലാം ജന്മഭൂമിയുടെ പ്രവർത്തനങ്ങളിലൂടെ കഴിയണം. ജന്മഭൂമി ദേശീയതയിൽ അടിസ്ഥാനപ്പെടുത്തിയ രാഷ്ട്ര പുനർനിർമ്മിതിയുടെ അക്ഷരാർപ്പണമായ പത്രമാണ്. ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ കൈകാലുകൾ ബന്ധിച്ചുകൊണ്ട് പൗരാവകാശങ്ങളെ അപ്രസക്തമാക്കിയ അതിഭയങ്കര കാലത്ത് ഭരണകൂട ഭീകരതയെ ധൈര്യത്തിൻ്റെയും അടിപതറാത്ത മാധ്യമധർമ്മത്തിൻ്റെയും രാഷ്ട്രബോധത്തിൻ്റെയും നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് വാക്കുകൾ സധൈര്യം അച്ചുനിരത്തി നേരിട്ട ധൈര്യത്തിൻ്റെ പേര് കൂടിയാണ് ജന്മഭൂമി. ഇന്ന് ജന്മഭൂമി സുവർണ ജൂബിലിയുടെ നിറവിൽ നിൽക്കുമ്പോൾ നവഭാരതത്തിൻ്റെ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ട ആധുനിക ഭാരതത്തിൽ രാഷ്ട്രബോധമുള്ള മലയാളികൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന നിലപാടിൻ്റെ പേരുകൂടെയാകണം ജന്മഭൂമി. ഈ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് എല്ലാ പിന്തുണയും നേരുകയും എന്നും ജന്മഭൂമിയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയായി ഞാൻ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സുവർണ ജയന്തി വർഷത്തിൽ വിജ്ഞാനോത്സവത്തിലൂടെ ഭാരതത്തിൻ്റെ ആയിരക്കണക്കായുള്ള ചരിത്ര പടവുകളിൽ നിന്നുകൊണ്ട് ഭാവി ലോകം ഉറ്റുനോക്കുന്ന മംഗളമായി ഭാരതമാതാവിനെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്. ഒരുപാട് നന്ദി മാഡം. സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ ധന്യമാക്കിയ ശ്രീ KNR നമ്പൂതിരി, ശ്രീ അഡ്വക്കേറ്റ് KK ബലറാം, രാഷ്ട്രീയ സ്വയംസേവക സംഘം ഉത്തര കേരള പ്രാന്ത സംഘചാലക് ശ്രീ PK കൃഷ്ണദാസ് എന്നിവർക്ക് അകേതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഈ ചടങ്ങിൻ്റെ പരിസമാപ്തിയിലേക്കാണ്. നന്ദി പ്രകാശനത്തിനായി ആഘോഷ സമിതി ജനറൽ കൺവീനർ ശ്രീ M ബാലകൃഷ്ണൻ അവരെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജന്മഭൂമി പിറന്നു വീണ കോഴിക്കോടിൻ്റെ മണ്ണിൽ നിന്ന് ജന്മഭൂമി അതിൻ്റെ 50-ാം വർഷ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. മലയാള മാധ്യമരംഗത്ത് സവിശേഷമായ ഒരു സ്ഥാനം ഇന്ന് ജന്മഭൂമിക്ക് കൈവരിക്കാൻ ഇടയാക്കിയ, ഞങ്ങളെ മുന്നിൽ നിന്ന് നയിച്ച പൂർവ്വകാല സൂരികളെ, ഈ വേദിയിലടക്കമുള്ള ഞങ്ങളുടെ പൂർവികരെ, ഞങ്ങൾക്ക് മാർഗം തെളിയിച്ച നാരായൺജിയെ പോലെ, രാമേന്ദ്രൻ കക്കട്ടിനെ പോലെയുള്ള ആ പത്രാധിപ രംഗത്ത് കേരളത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അത്തരം മഹത് വ്യക്തികളുടെ കാൽക്കൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ജന്മഭൂമിയുടെ പുതിയ തലമുറ അതിൻ്റെ 50-ാം വർഷ യാത്രക്ക് തുടക്കം കുറിക്കുന്നത്. മലയാള മാധ്യമങ്ങളിൽ നിരവധി മാധ്യമങ്ങളുള്ളപ്പോൾ മലയാള മാധ്യമരംഗത്ത് അതിൻ്റേതായ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജന്മഭൂമി ഇന്ന് വികസനത്തിൻ്റെ പാതയിലാണ്. 50-ാം വർഷ സുവർണ ജയന്തി ആഘോഷ പരിപാടികൾ ആ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന തരത്തിലായിരിക്കും എന്നതാണ് ഇന്ന് ഈ ഉദ്ഘാടന ചടങ്ങിൽ നമുക്ക് തെളിഞ്ഞത്.
ജന്മഭൂമിയുടെ ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ച എല്ലാ വ്യക്തികളെയും സംഘടനകളെയും സ്ഥാപനങ്ങളെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മഹത് വ്യക്തികൾക്കും ജന്മഭൂമിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും തിരക്കേറിയ സമയങ്ങളിൽ ജന്മഭൂമിക്ക് വേണ്ടി മാത്രം അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയ ആരാധ്യനായ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന് ജന്മഭൂമിയുടെ നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചത് ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ എം രാധാകൃഷ്ണൻ അവർകളാണ്. മറ്റും മാധ്യമരംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മാനേജ്മെൻറ്റും കുറേ തൊഴിലാളികളും എന്നതല്ല, ജന്മഭൂമി ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ കാരണവർ ഈ വേദിയിൽ അധ്യക്ഷനായിരിക്കുന്നു. അദ്ദേഹത്തിന് ഈ സദസ്സിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. കുമ്മനം രാജേട്ടൻ ജന്മഭൂമിയുടെ മറ്റൊരു മറുപേരാണ്. എല്ലാ അവസരങ്ങളിലും ഏത് വിളികളിലും കാതോത്തു നിൽക്കുന്ന കുമ്മനം രാജേട്ടൻ ജന്മഭൂമിക്ക് വഴിവിളക്കാണ്. അദ്ദേഹത്തിന് ഈ സദസ്സിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പി നാരായൺജി, രാമേന്ദ്രൻ കക്കട്ടിൽ. നാരായൺജിയുടെ ഒരു പ്രത്യേകത, സവിശേഷത, ഇന്നലെ അദ്ദേഹത്തിന് ഒരു പുതിയ ഇന്നലെ ദേശീയ പുരസ്കാരം കൂടി ലഭിച്ചിരിക്കുന്നു. മംഗളം സ്വാമിനാഥൻ ഫൗണ്ടേഷൻ നൽകിയ ദേശീയ മാധ്യമരംഗത്തെ പ്രതിഭ എന്ന നിലക്ക് ഏറ്റവും കാലം നീണ്ടുനിന്ന ഒരു പങ്ക്തി കൈകാര്യം ചെയ്ത, ഏറ്റവും കൂടുതൽ വായനക്കാരുടെ ഒരു പങ്ക്തി എന്നുകൂടി വിശേഷിപ്പിക്കേണ്ടതുണ്ട്. അതിന് അദ്ദേഹം അർഹനായിരിക്കുന്നു. ഈ സന്തോഷവേളയിലാണ് പി നാരായൺജി ഈ ജന്മഭൂമിയുടെ കുടുംബത്തിലേക്ക് ഞങ്ങളുടെ ആദരം ഏറ്റുവാങ്ങാൻ എത്തിയത്. അദ്ദേഹത്തെ ആദരപൂർവ്വം നമസ്കരിക്കുന്നു, അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. രാമേന്ദ്രൻ കക്കട്ടിൽ അദ്ദേഹത്തിനെ വീട്ടിൽ വെച്ച് കാണാൻ പോയ സമയത്ത് ജന്മഭൂമിയെക്കുറിച്ച് ഏറെ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നു. ജന്മഭൂമിയുടെ ഏറ്റവും ദുരിതപൂർണമായ കാലഘട്ടങ്ങളിൽ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി KG മാരാർജി കൈപിടിച്ചുകൊണ്ട് ജന്മഭൂമിയിലേക്ക് എത്തിച്ച് പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജന്മഭൂമിയുടെ ആദ്യകാല സഹപത്രാധിപരായ ശ്രീ രാമേന്ദ്രൻ കക്കട്ടിലിന് ഈ സദസ്സിൻ്റെ പേരിൽ ജന്മഭൂമിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ജന്മഭൂമിയുടെ ആദരം ഏറ്റുവാങ്ങിയ, ജന്മഭൂമിയുടെ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശ്രീ AK ഷാജി, അതേപോലെ തന്നെ ശ്രീ അരുൺകുമാർ, ജന്മഭൂമിയുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് പിന്തുണയായിട്ടുണ്ട്. കോഴിക്കോടിൻ്റെ വികസനത്തിൽ, മലബാറിൻ്റെ വികസനത്തിൽ ഈ രണ്ടു പ്രതിഭകൾ വഹിച്ച പങ്ക് ഏറെ വിലപ്പെട്ടതാണ്. വളരെ മാതൃകാപരമായ രീതിയിൽ രണ്ട് യുവസംരംഭകർ എന്ന നിലയിൽ കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് വളരെ സവിശേഷമായ സ്ഥാനമുറപ്പിച്ച ആ രണ്ട് വ്യക്തികളേക്കും ജന്മഭൂമിയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ആ രണ്ട് സംരംഭകർക്കും ജന്മഭൂമിയുടെ ആദരമേറ്റുവാങ്ങാനെത്തിയതിൽ ഈ സദസ്സിൻ്റെ പേരിൽ, ജന്മഭൂമിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. JP പ്രസ്ഥാനത്തിലൂടെ ഹൈസ്കൂൾ പഠനകാലത്തിൽ നിന്ന് ദേശീയ പ്രസ്ഥാനങ്ങളുടെ പാതയിലേക്ക് വന്ന് ജന്മഭൂമിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ശ്രീ ജോർജ് കുര്യൻ, കേന്ദ്ര സഹമന്ത്രി, അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. പല മന്ത്രിമാരെയും പല കാര്യങ്ങൾക്കായി കാണുകയും അവരുടെ വീടുകളിൽ, ഓഫീസുകളിൽ ചെല്ലുകയും ചെയ്തിട്ടുണ്ട്. ജോർജ് കുര്യൻജിയുടെ വീട്ടിൽ ചെന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിൽ ചെന്നതുപോലെയുള്ള സ്വീകരണം അദ്ദേഹത്തിന് ലഭിച്ചു. കാരണം അത് ജന്മഭൂമിക്ക് വേണ്ടിയാണ് എന്ന് ഞങ്ങൾക്കറിയാം. ജന്മഭൂമിയോട് കാണിക്കുന്ന സ്നേഹത്തിനും അതേപോലെ അടുപ്പത്തിനും ഈ സദസ്സിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. PT ഉഷ MP. PT ഉഷ മാഡം ഏറ്റവും തിരക്കേറിയ സമയത്ത് ഞങ്ങളിങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു. ജന്മഭൂമിയുടെ സുവർണ ജയന്തി ആഘോഷ സമിതിയുടെ അധ്യക്ഷയാകണം എന്നുള്ളത്. ധാരാളം ചുമതലകൾ, ഭാരതത്തെ ഒളിമ്പിക്സിൻ്റെ ആതിഥേയ വേദിയാക്കാൻ വേണ്ടി ഉള്ള പരിശ്രമത്തിൽ ഏറെ തിരക്കുള്ള സമയത്തും ഈ ഞങ്ങളുടെ ആവശ്യം അംഗീകരിക്കുകയും ഈ സമിതിയെ ഒരു നായക സ്ഥാനത്തു നിന്നുകൊണ്ട് നയിക്കുകയും എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും നൽകുകയും ചെയ്ത ഈ പരിപാടിയിൽ ആശംസ അർപ്പിക്കാനെത്തിയ ശ്രീമതി PT ഉഷ MP-യെ ജന്മഭൂമിയുടെ പേരിൽ, ഈ സദസ്സിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ശ്രീ V മുരളീധരൻ, ശ്രീ PK
ജന്മഭൂമിയുടെ രണ്ട് ചിറകുകൾ തന്നെയാണ്. ജന്മഭൂമിയുടെ മുന്നോട്ടുള്ള പാതയിൽ ഞങ്ങളെ സഹായിക്കുന്ന ആ രണ്ട് പ്രമുഖ വ്യക്തികളെയും ആരാധ്യരായ നേതാക്കളെയും ഈ സദസ്സിൻ്റെ പേരിൽ ജന്മഭൂമിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഉത്തരകേരള പ്രാന്ത സംഘചാലക് ശ്രീ കെ ബൽറാംജി, ജന്മഭൂമിയുടെ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഈ ഉത്തരകേരള പ്രാന്ത സംഘചാലക് എന്ന നിലയിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അമരസ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ, ജന്മഭൂമിയെ എന്നും ചേർത്ത് പിടിക്കുന്ന അദ്ദേഹത്തെ ഈ സദസ്സിൻ്റെ പേരിൽ ജന്മഭൂമിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ശ്രീ KNR നമ്പൂതിരി സാർ ഒരു പത്രാധിപരുടെ ഗമയും ഗർവുമില്ലാതെ ഞങ്ങളെ നയിക്കുകയും എല്ലാ സമയത്തും ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുകയും ജന്മഭൂമിയുടെ പ്രവർത്തനത്തിന്, എഡിറ്റോറിയൽ പ്രവർത്തനത്തിന് നായകസ്ഥാനം വഹിക്കുകയും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന അദ്ദേഹത്തിന് ജന്മഭൂമിയുടെ പേരിൽ ഈ സദസ്സിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ശ്രീ KB ശ്രീകുമാർജി, ഞങ്ങളുടെ ജനറൽ മാനേജർ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജനറൽ മാനേജർ എന്ന നിലയ്ക്കല്ല, ഞങ്ങളുടെ കുടുംബത്തിലെ മുതിർന്ന സഹോദരൻ എന്ന നിലയ്ക്ക് ഈ പ്രവർത്തനത്തിന് ഞങ്ങളുടെ മുതൽക്കൂട്ടായി പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന് ഈ സദസ്സിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഇതിനേക്കാളൊക്കെ ഇതോടൊപ്പം തന്നെ ജന്മഭൂമിയുടെ പ്രവർത്തനത്തിന് ഈ 50-ാം വർഷാഘോഷം എന്ന ആശയത്തിന് കോഴിക്കോട് വേദിയാകുമെന്ന് പറഞ്ഞ സമയത്ത് ജന്മഭൂമിയുടെ ആരോഗ്യം അതിന് അത്ര യോജിച്ചതായിരുന്നില്ല. പക്ഷേ ഇത്തരമൊരു വലിയ സംരംഭം ഏറ്റെടുത്ത് നടത്താൻ ജന്മഭൂമിക്ക് കരുത്തായത് കോഴിക്കോട്ടെ ജന്മഭൂമിയുടെ വായനക്കാരാണ്, വരിക്കാരാണ്, ജന്മഭൂമിയെ സ്നേഹിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലെ അമരക്കാരാണ്, പ്രവർത്തകരാണ്. അവരുടെ നിർലോഭമായ സഹായമില്ലായിരുന്നുവെങ്കിൽ ഈ 50-ാം വർഷാഘോഷം ഒരു യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമായിരുന്നില്ല. അവർക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് നന്ദി പറയേണ്ട തരത്തിൽ വളരെ ആഴത്തിലുള്ള, വളരെ നിറഞ്ഞ സഹായമാണ് അവർ നൽകിയത്. അവർക്കും ഈ പരിപാടി ഈ രീതിയിൽ നടത്താൻ സഹായിച്ച എല്ലാ വ്യക്തികളെയും, ഈ സദസ്സിലെ പ്രമുഖ വ്യക്തികളെയും, ജന്മഭൂമിയുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ പ്രമുഖരെയും, ബാക്കി എല്ലാ അഭ്യുദയകാംക്ഷികളെയും, ജന്മഭൂമിയുടെ വായനക്കാർക്കും ഈ പരിപാടി റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ സുഹൃത്തുക്കളെയും മറ്റെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി സഭ പിരിയുകയാണ്. ഈ പരിപാടി ഇവിടെ പൂർണ്ണമാവുന്നു. ഏതാനും നിമിഷത്തിനകം നമ്മളേവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ശ്രീമതി ശോഭനയുടെ നൃത്തം ഇതേ വേദിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി 7-ാം തീയതി വരെ ഈ ഹാളിൽ സെമിനാറുകളുണ്ട്, പ്രഭാഷണങ്ങളുണ്ട്, സാംസ്കാരിക പരിപാടികളുണ്ട്. എല്ലാറ്റിൻ്റെയും ഭാഗമാകണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുകയാണ്. നാളെ രാവിലെ നടക്കുന്ന വനിതാ സെമിനാറിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ ശ്രീമതി വിജയഭാരതി സഹായനി പങ്കെടുക്കുന്നു. പ്രമുഖരായ വനിതാ നേതാക്കൾ പങ്കെടുക്കുന്നു. ആ വനിതാ സംഗമത്തിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു.